നമുക്ക് ISLM മോഡലിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇറ്റ് ഹാസ് നോ ഗവൺമെന്റ് ഓർ ഫോറിൻ ട്രേഡ് സെക്ടേഴ്സ്. ഇവിടെ ഒരു ടു സെക്ടർ ഇക്കോണമിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ഗവൺമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ വിദേശ വ്യാപാര മേഖലയെ കുറിച്ചോ ISLM മോഡലിൽ പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ പരിമിതി. രണ്ടാമത്തത് ഇറ്റ് കനോട്ട് സോൾവ് ഫോർ ഔട്ട്പുട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ പ്രൈസ് ലെവൽ സൈമൾട്ടേനിയസ്ലി. ഇപ്പോൾ ഔട്ട്പുട്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, പ്രൈസ് ലെവൽ ഈ മൂന്ന് കാര്യങ്ങളെ ഒരേ സമയം സോൾവ് ചെയ്യാൻ ഈ ഒരു മോഡലിന് കഴിയില്ല. കാരണം എന്താണ്? ദിസ് ഈസ് ബിക്കോസ് ദ മോഡൽ ഹാസ് ഓൺലി ടു മാർക്കറ്റ്സ്. രണ്ട് മാർക്കറ്റിനെ കുറിച്ച് മാത്രമാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്, പ്രോഡക്റ്റ് മാർക്കറ്റും മണി മാർക്കറ്റും. ദസ് ഇറ്റ് ക്യാൻ ഓൺലി സോൾവ് ഫോർ ടു എൻഡോജനസ് വേരിയബിൾ. പ്രൈസ് ലെവൽ ഈസ് അസ്യൂംഡ് ആസ് ഫിക്സഡ്. അപ്പോൾ രണ്ട് എൻഡോജനസ് വേരിയബിളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ISLM മോഡലിൽ സോൾവ് ആക്കുന്നുള്ളൂ. പ്രൈസ് ലെവൽ എന്താ ചെയ്യുന്നത്? പ്രൈസ് ലെവലിനെ ഫിക്സഡ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത് ഇറ്റ് ഈസ് എൻറ്റയർലി കൺസേൺഡ് വിത്ത് പൊസിഷൻ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ദസ് ദ മോഡൽ കനോട്ട് യൂസ്ഡ് ടു ട്രേസ് ദ ടൈം പാത്ത് ഓഫ് ദി എൻഡോജനസ് വേരിയബിൾസ്. ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷനെ കുറിച്ച് മാത്രമാണ് ISLM മോഡലിൽ പറയുന്നുള്ളൂ. പക്ഷെ എൻഡോജനസ് വേരിയബിൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത് എന്ന് പറയാനായിട്ട് ഈ ഒരു മോഡലിന് കഴിയുന്നില്ല. നാലാമത്തെ പോയിന്റ് The model has suppressed the production-employment relationship and supply and demand for labor functions. ഇനി ഈ മോഡലിൽ വിശദീകരിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്? പ്രൊഡക്ഷൻ എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ്, ഉൽപാദനവും തൊഴിലും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ ലേബേഴ്സിന്റെ ഡിമാൻഡ് സപ്ലൈയും തമ്മിലുള്ള ബന്ധം. ഇതിനെക്കുറിച്ചൊന്നും ISLM മോഡലിൽ പറയുന്നില്ല. അടുത്തത് another limitation of the ISLM model is the exclusion of the wealth effect. വെൽത്ത് എഫക്റ്റിനെ പൂർണ്ണമായിട്ടും ഈ ഒരു മോഡൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതും ഇതിന്റെ ഒരു പരിമിതിയായിട്ടാണ് പറയുന്നത്. ആറാമത്തത് സപ്ലൈ ഓഫ് മണി ഈസ് ടേക്കൺ ഇൻ ദി ISLM അനാലിസിസ് ആസ് ആൻ എക്സോജനസ് ആൻഡ് പോളിസി ഡിറ്റർമിൻഡ് വേരിയബിൾ. മണി സപ്ലൈ എന്ന് പറയുന്നത് ഒരു എക്സോജനസ് വേരിയബിൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ അതെന്താണ്? ഒരു നയരൂപീകരണമാണ്. RBI പോലെയുള്ള സ്ഥാപനങ്ങളാണ് മണി സപ്ലൈ നിർണ്ണയിക്കുന്നത്. Critics argue that money supply is an endogenous variable and respond to changes in the demand for it. അപ്പോൾ ഇവിടെ അതിന്റെ വിമർശകർ പറയുന്ന കാര്യം മണി സപ്ലൈ എന്ന് പറയുന്നത് ഒരു എൻഡോജനസ് വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താം എന്നാണ് പറയുന്നത്. ആൻഡ് ടു സം എക്സ്റ്റെൻഡ് ഇറ്റ് റെസ്പോണ്ട് ടു മെനി എക്സോജനസ് ഫാക്ടേഴ്സ്. ഒരു പരിധി വരെ പല എക്സോജനസ് ഫാക്ടേഴ്സിനനുസരിച്ചും ഇത് പ്രതികരിക്കും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാണ് ISLM മോഡലിന്റെ വിമർശകർ പറയുന്നത്. ഏഴാമത്തെ പോയിന്റ് ദ ISLM മോഡൽ ഫോക്കസ് എക്സസീവ് ഇമ്പോർട്ടൻസ് ഓൺ വൺ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ അസറ്റ്, മണി. ISLM മോഡല് ഒരു പ്രത്യേകമായിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതായത് പണത്തിനെ കുറിച്ച് മാത്രമാണ് ISLM മോഡലിൽ പറയുന്നത്. The model rules out the influence of other financial assets on the level of income and rate of interest. അപ്പോൾ ഇവിടെ വരുമാനത്തിനെയും അതുപോലെ തന്നെ പലിശ നിരക്കിനെയും സ്വാധീനിക്കുന്ന മറ്റുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിനെ കുറിച്ച്, അതിന്റെ സ്വാധീനത്തെ കുറിച്ചൊന്നും ISLM മോഡൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് ISLM മോഡലിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കേണ്ട ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഇക്വിലിബ്രിയം, ഇൻകം ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഇക്വിലിബ്രിയത്തിലുള്ള വരുമാനത്തെയും ഇൻട്രസ്റ്റ് റേറ്റിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? The equilibrium level of income and the interest rate are those given by the intersection of the IS and LM curve. അപ്പോൾ എങ്ങനെ ഇക്വിലിബ്രിയം നിർണ്ണയിക്കപ്പെടുന്നത്? IS കർവും LM കർവും തമ്മിലുള്ള കൂട്ടിമുട്ടലിലൂടെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻകവും നിർണ്ണയിക്കപ്പെടുന്നത്. The factors that affect the equilibrium level of income and rate of interest are those that shift either the IS or the LM curve. ഇൻകത്തിനെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫാക്ടേഴ്സ് ഒന്നെങ്കിൽ IS കർവിനെയോ അല്ലെങ്കിൽ LM കർവിനെയോ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കും. ആ ഷിഫ്റ്റ് ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ആവാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ആവാം. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഷിഫ്റ്റ് ഇൻ ദി IS ഷെഡ്യൂൾ, ദ റിയൽ ഇൻഫ്ലുവൻസസ്. ആദ്യം പഠിക്കുന്നത് ഏതാണ്? IS കർവിന്റെ ഷിഫ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കാം, ചേഞ്ചസ് ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ്. ഗവൺമെന്റിന്റെ ചെലവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതെങ്ങനെയാണ് IS കർവിൽ ഷിഫ്റ്റ് വരുത്തുന്നത് എന്ന് നോക്കാം. ദ ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ് വിൽ ഷിഫ്റ്റ് ദ IS കർവ് ടു ദി റൈറ്റ്. ഗവൺമെന്റിന്റെ ചെലവുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ IS കർവ് എന്താ ചെയ്യുന്നത്? വലതുവശത്തേക്ക് മാറുന്നു. ദ ലെവൽ ഓഫ് ഇൻകം ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് വെൻ ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസസ്. ഇവിടെ IS കർവ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. IS കർവ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ വരുന്ന മറ്റൊരു മാറ്റം എന്താണ്? വരുമാനത്തിലും അതുപോലെ തന്നെ പലിശ നിരക്കിലും വർധനവ് ഉണ്ടാകുന്നു.
The level of income rises as a result of an increase in aggregate demand because government demand is a component of aggregate demand. ഇനി എന്തുകൊണ്ടാണ് വരുമാനം കൂടിയത്? വരുമാനം കൂടാനുള്ള കാരണമായിട്ട് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവാണ്. അത് കാരണം ഗവൺമെന്റിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് ചെലവ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഒരു ഘടകമാണ് അല്ലെങ്കിൽ കമ്പോണന്റ് ആണ്. Increased government spending leads to an increase in the demand for money. ഗവൺമെന്റിന്റെ ചെലവുകൾ വർദ്ധിക്കുകയാണെങ്കിൽ പണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. Since the money supply is fixed, an increase in the demand for money drives up the interest rate. ഇനി എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത്? നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് സ്പെൻഡിങ് വർദ്ധിക്കുകയാണെങ്കിൽ പണത്തിന്റെ ഡിമാൻഡ് കൂടുന്നു പറഞ്ഞു. പക്ഷേ അതിനനുസരിച്ച് ഏത് കൂടില്ല? മണി സപ്ലൈ കൂടുന്നില്ല. കാരണം അത് RBI നിർണ്ണയിക്കുന്നു. അതുകൊണ്ട് തന്നെ മണി സപ്ലൈ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ സിറ്റുവേഷനിൽ ഡിമാൻഡ് കൂടുകയും സപ്ലൈ ഫിക്സഡ് ആവുകയും ചെയ്യുമ്പോഴാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നത്. To maintain product market equilibrium, national income must increase by an amount required to generate new saving equal to the increase in government spending. ഇനി പ്രോഡക്റ്റ് മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിൽ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഗവൺമെന്റ് സ്പെൻഡിങ്ങിൽ ഉണ്ടായ വർധനവ് എത്രയാണോ അതേ വർധനവിനനുസരിച്ച് പുതിയ സേവിങ്സ് ഉണ്ടാക്കണം. ആ പുതിയ സേവിങ്സ് ഉണ്ടാക്കാൻ ആവശ്യമായ രീതിയിൽ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ വർധനവ് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമാണ് പ്രോഡക്റ്റ് മാർക്കറ്റിന് ഇക്വിലിബ്രിയത്തിൽ എത്താൻ കഴിയുകയുള്ളൂ. A decrease in government spending will shift the IS curve to the left. ഇനി ഗവൺമെന്റിന്റെ ചെലവുകൾ കുറയുകയാണെങ്കിൽ IS കർവ് എന്ത് ചെയ്യും? IS കർവ് ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. To maintain product market equilibrium, national income must fall by an amount required to lower the level of saving equal to the reduction in government spending. അപ്പോൾ ഇനി പ്രോഡക്റ്റ് മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഗവൺമെന്റ് സ്പെൻഡിങ്ങിൽ ഉണ്ടായ കുറവ് എത്രയാണോ അതിന് തുല്യമായ രീതിയിൽ സേവിങ്സ് കുറയ്ക്കണം. ആ സേവിങ്സ് കുറയ്ക്കാൻ ആവശ്യമായ രീതിയിൽ ദേശീയ വരുമാനവും കുറയ്ക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോഡക്റ്റ് മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിൽ എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ IS കർവിനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് ചേഞ്ചസ് ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ പോയിന്റ് നോട്ട് ചെയ്യുക. അതിനുശേഷം ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുകയാണെങ്കിൽ IS കർവ് വലതുവശത്തേക്ക് മാറുന്നു. ഗവൺമെന്റ് സ്പെൻഡിങ് കുറയുകയാണെങ്കിൽ IS കർവ് ഇടതുവശത്തേക്ക് മാറുന്നു. ഇത്ര മാത്രം പഠിച്ചു വെക്കാം. അടുത്ത രണ്ടാമത്തത് ചേഞ്ചസ് ഇൻ ടാക്സസ്. The increase in taxes shift the IS curve to the left. അപ്പോൾ ഇവിടെ ടാക്സ് വർദ്ധിക്കുകയാണെങ്കിൽ IS കർവ് എന്താ ചെയ്യുന്നത്? ഇടതുവശത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. An increasing taxes leads to a matching declining saving. അപ്പോൾ ടാക്സ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ പണം ഗവൺമെന്റിലേക്ക് പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സേവിങ്സ് കുറയുന്നു. With higher taxes, saving and therefore national income must be lower to maintain product market equilibrium. ടാക്സ് കൂടുന്ന സമയത്ത് പ്രോഡക്റ്റ് മാർക്കറ്റിന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? ദേശീയ വരുമാനവും അതുപോലെ തന്നെ സേവിങ്സും കുറയണം. Then the decrease in taxes shift the IS curve to the right. ടാക്സ് കുറയുകയാണെങ്കിൽ IS കർവ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. A decrease in tax leads to a matching increase in savings. അപ്പോൾ ടാക്സ് കുറയുകയാണെങ്കിൽ അത്ര എമൗണ്ട് എന്തായിട്ട് കിട്ടും? സേവിങ്സ് ആയിട്ട് മാറും. അപ്പോൾ ടാക്സ് കുറയുന്ന സമയത്ത് പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണമെങ്കിൽ സേവിങ്സിനോടൊപ്പം ഏതും കൂടി വർദ്ധിക്കണം? ദേശീയ വരുമാനവും വർദ്ധിക്കണം. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ചേഞ്ചസ് ഇൻ ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ IS കർവ് ഇടതുവശത്തേക്ക് മാറുന്നു. ടാക്സ് കുറയുകയാണെങ്കിൽ IS കർവ് വലതുവശത്തേക്ക് മാറുന്നു. അതാണ് അതിന്റെ കീ പോയിന്റ്. ആ കീ പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത മൂന്നാമത്തെ ഫാക്ടർ ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന മാറ്റം. An autonomous increase in investment expenditures will shift the IS curve to the right. രണ്ട് തരം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇൻഡ്യൂസർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇൻഡ്യൂസർ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ എന്താണ്? ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ്മെന്റ് മാറുന്നതിനെയാണ് ഇൻഡ്യൂസർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകവുമായിട്ട് ബന്ധമില്ല. ഇൻകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തുണ്ടായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുകയാണെങ്കിൽ IS കർവ് എന്ത് ചെയ്യും? വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. An increase in investment requires a higher level of national income to induce a matching increase in saving. ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന വർധനവ് അനുസരിച്ച് എന്ത് വേണം? ദേശീയ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ച് സേവിങ്സ് വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ.
Then an autonomous decrease in investment expenditure will shift the IS curve to the left. Investment expenditure കുറയുകയാണെങ്കിൽ IS curve ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. A decrease in investment leads to a lower level of national income and corresponding level of saving will also be low for the attainment of product market equilibrium. ഇൻവെസ്റ്റ്മെന്റ് കുറയുകയാണെങ്കിൽ ദേശീയ വരുമാനം കുറവായിരിക്കും. ദേശീയ വരുമാനം കുറയുമ്പോൾ അതിനനുസരിച്ച് സേവിങ്സ് കുറയണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഡക്റ്റ് മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നാലാമത്തെ പോയിന്റ്, ചേഞ്ചസ് ഇൻ എക്സ്പോർട്ട്. An increase in export will shift the IS curve to the right. എക്സ്പോർട്ട് കൂടുകയാണെങ്കിൽ IS curve വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. An increase in export requires a higher level of national income to induce a matching increase in import. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഏത് കൂടണം, ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം കൂടണം. എങ്കിൽ മാത്രമാണ് എക്സ്പോർട്ടിനനുസരിച്ച് ഇമ്പോർട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. A decrease in export will shift the IS curve to the left. എക്സ്പോർട്ട് കുറയുകയാണെങ്കിൽ IS curve ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. A decrease in export leads to a lower level of national income and corresponding level of import will also be low for the attainment of product market equilibrium. ഇവിടെ എക്സ്പോർട്ട് കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ദേശീയ വരുമാനത്തിലും കുറവുണ്ടാവണം. ദേശീയ വരുമാനം കുറയുമ്പോൾ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ട് കുറച്ചുകൊണ്ട് പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അടുത്തത് ഓട്ടോണമസ് fall in saving. An autonomous fall in saving will shift the IS curve to the right. അപ്പോൾ ഇവിടെ സേവിങ്സ് കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, IS curve വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. This is because a higher level of income is required to induce more saving so that the product market is equilibrium. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് വേണം, ദേശീയ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിന്റെ ലെവൽ വളരെ കൂടുതലായിരിക്കണം. അത് കൂടിയാൽ മാത്രമാണ് കൂടുതൽ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുകയുള്ളൂ. അടുത്തത് ഓട്ടോണമസ് fall in import. ഓട്ടോണമസ് fall in import will shift the IS curve to the right. ഇനി ഇവിടെ ഇമ്പോർട്ട് കുറയുകയാണെങ്കിൽ, ഓട്ടോണമസ് ആയിട്ട് ഇമ്പോർട്ട് കുറയുകയാണെങ്കിൽ IS curve എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. This is because a higher level of income is required to induce more import so that the product market is in equilibrium. ഇമ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇൻകത്തിൽ വർധനവ് ഉണ്ടാവണം. അങ്ങനെ മാത്രമാണ് പ്രോഡക്റ്റ് മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.